3/4/2025 അദ്ദേഹം മോക്ഷ കവാട മാർഗത്തിലൂടെയുള്ള തൻ്റെ യാത്ര പൂർത്തിയാക്കി മോക്ഷ കവാടത്തിങ്കൽ എത്തിച്ചേർന്നത്. മോക്ഷത്തിലെത്തുക എന്നുള്ള ഏക ലക്ഷ്യമാണ് ഇന്ന് സർവരുടെയും ജീവിത ലക്ഷ്യം. ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വേണ്ടിയുള്ളതാണ്. നിത്യവും സത്യവുമായ ലക്ഷ്യസ്ഥാനം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം മോക്ഷം മാത്രമാണ്. ഈ മോക്ഷമാർഗത്തിലേക്ക് ഇദ്ദേഹം നടന്നെത്തുവാനായിട്ട് കണ്ടെത്തിയ വഴിയാണ് ഏറെ വിചിത്രം. അത് ഭാരതത്തിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസ സഭയുടെ അംഗമായി തീരുക, അങ്ങനെ ഒരു സന്യാസ വൈദികനായി തൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് മുമ്പ് സൂചിപ്പിച്ച വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ച് തീർത്തത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നുന്ന ഒരു പ്രവർത്തന മേഖല പ്രസ് മാനേജരായി ജോലി ചെയ്തു എന്നുള്ളതാണ്. അത് വെറും ഒരു സാധാരണ വഴി സൈഡിലൊക്കെ ഇരിക്കുന്ന ചെറിയ ചെറിയ നോട്ടീസുകൾ അടിച്ചു കൊടുക്കുന്ന ഒരു കുഞ്ഞു പ്രസ്സിൻ്റെ മാനേജരായിട്ടല്ല അദ്ദേഹം ഇരുന്നത്. അനേകം സ്ക്വയർ ഫീറ്റിൽ 2 നിലയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള, കേരളത്തിൻ്റെ തന്നെ പൈതൃകം അവകാശപ്പെടാനായിട്ട് പറ്റുന്ന ആദ്യകാല അക്ഷരപ്പുരകളിൽ 1-ാം സ്ഥാനത്തല്ല എങ്കിലും ആദ്യകാല അക്ഷരപ്പുരകളുടെ നിരകളിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്ന മാന്നാനം സെൻറ്റ് ജോസഫ്സ് പ്രസ്സിൻ്റെ മാനേജരായിട്ട് സേവനമനുഷ്ഠിച്ചു എന്നുള്ളതാണ്. ആ ജോലിയിൽ അദ്ദേഹം അങ്ങേയറ്റം സംതൃപ്തനായിരുന്നു. ഒട്ടേറെ നല്ല നല്ല ബുക്കുകൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാറ്റിലുമുപരി അദ്ദേഹം അവിഭക്ത തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് CMI പ്രൊവിൻസിൻ്റെ പ്രവർത്തന മേഖലകളിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ദീപിക, ഇന്നത്തെ രാഷ്ട്രദീപിക, ആദ്യത്തെ നസ്രാണി ദീപിക, എല്ലാറ്റിലുമുപരി ദീപിക ദിനപത്രം ഇന്ന് കേരള സഭയുടെ സ്വന്തമാണ്. അന്ന് അത് CMI സഭയുടെ ഭാഗം മാത്രമായിരുന്നു. ഇന്ന് വിശാലമായ കേരള കത്തോലിക്ക സഭയുടെ മുഖപത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്ന ആ ദീപികയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിലല്ല എങ്കിലും അദ്ദേഹം ദീപികയുടെ പ്രവർത്തന മേഖലകളിൽ വ്യാപരിച്ചിരുന്ന കാലത്ത് ഒരുപറ്റം സമാന ചിന്താഗതിക്കാരായ വ്യക്തികളോട് ചേർന്നുകൊണ്ട് വളരെ നല്ല നിലയിൽ അദ്ദേഹം അവിടെ സേവനം ചെയ്തു. ബംഗാൾ മിഷനിലേക്ക്, പശ്ചിമ ബംഗാളിലെ മിഷനിലേക്ക് നമ്മൾ കണ്ണു തിരിക്കുമ്പോൾ അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ അദ്ദേഹവും സഹകാരിയായിരുന്നു. പല പ്രവർത്തനങ്ങളിൽ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഇന്ന് തക്കല രൂപതയുടെ ഭാഗമായിരിക്കുന്ന തക്കല രൂപതയുടെ അതിർത്തികൾക്ക് അകത്ത് ഉൾപ്പെടുന്ന അനേകം കൊച്ചു ഭവനങ്ങൾ, അനേകം അജപാലന കേന്ദ്രങ്ങൾ, അനേകം സ്ഥാപനങ്ങൾ, ഇവയുടെയൊക്കെയും പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം വ്യാപരിച്ചിരുന്നു എന്നതൊരു വലിയ സത്യമാണ്. മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് കുടുംബത്തോടുള്ള സ്നേഹം, കുടുംബാംഗങ്ങളോടുള്ള ബന്ധം, അത് ഊട്ടി വളർത്തിയാൽ മാത്രമേ ആ കുടുംബത്തിന് സഭയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സഭയുമായൊരു കുടുംബം ബന്ധപ്പെടുന്നതും ആ പ്രവർത്തനം വിജയകരമാകുന്നതും എപ്പോഴോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാനായിട്ട് സാധിക്കും.
തൻ്റെ മരണശേഷം തൻ്റെ കുടുംബങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും താൻ അംഗമായിരുന്ന സമൂഹത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുവാനായിട്ടുള്ള അവസരമൊരുക്കുക. അക്കാര്യത്തിൽ ഈ പറഞ്ഞ വ്യക്തി വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചു. നല്ല സർക്കാർ ജോലി കിട്ടി സുരക്ഷിതമായി ജീവിച്ചിരുന്ന തൻ്റെ സഹോദരപുത്രനെ സഭയിലേക്ക് ആകർഷിക്കുവാൻ അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തെ നമുക്കൊരിക്കലും മറക്കാൻ പാടില്ല. അതുപോലെ ഒട്ടേറെ വ്യക്തികളെ, തൻ്റെ കുടുംബവും തൻ്റെ പ്രദേശവുമായി ബന്ധപ്പെട്ടവരെ സഭയുടെ ഭാഗമാക്കി ചേർത്ത് നിർത്തുവാനായിട്ട് സാധിച്ചതുകൊണ്ട് വരും തലമുറയിൽ ഈ കുടുംബത്തിന് സഭയോടുള്ള ബന്ധം ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. പ്രസിദ്ധീകരണ രംഗത്ത് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. അതിലേറെ അജപാലന രംഗത്ത് അറിവിൻ്റെ ഒരക്ഷരമായിരുന്നു അദ്ദേഹം. എവിടെ എത്തിയാലും രൂപതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കാനും ആ സഭയുടെ ചരിത്രത്തെ എന്നും ഓർമ്മയിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ വേണ്ട പ്രവർത്തനങ്ങളിൽ ഇടവകാരിമാരെയും അതുപോലെ സന്യാസ സഭകളെയും സന്യാസിനി സഭകളെയും അവിടുത്തെ അംഗങ്ങളെയുമൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് നൂതനമായൊരു കാഴ്ചപ്പാടോടെ അവസാനം വരെ സുസ്മേരവദനായി ജീവിച്ച ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. നല്ലൊരു പാചക പ്രതിഭയായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഞാൻ ഒരിക്കൽ സെമിനാരിയുടെ അസിസ്റ്റൻ്റ് റെക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ, ഒരു വർഷത്തെ റീജൻസിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുമ്പോൾ, മിക്കവാറും സമയത്ത് അദ്ദേഹം അവിടുത്തെ ഏറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണം സെമിനാരി കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ട നിർദ്ദേശമായിട്ട് വന്ന അദ്ദേഹം തന്നെ പാചകക്കാരനോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന കാഴ്ച വളരെ കൗതുകത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതും ഒരു നല്ല രീതിയിൽ അനുസ്മരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ശുദ്ധവായു, രണ്ടാമത് വേണ്ടത് ജലവും, മൂന്നാമത് വേണ്ടത് ഭക്ഷണവുമാണ്. എത്ര വലിയ ഉന്നതങ്ങളിലേക്ക് നമ്മൾ എത്തിയാലും ഈ മൂന്ന് കാര്യങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലത്ത് മനുഷ്യനെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആത്മാവിൻ്റെ വഴികളിലേക്ക് കടക്കുമ്പോൾ അവിടെയല്ല നിൽക്കുന്നത്. അത് വായനയുടെ ലോകമാണ്, അറിവിൻ്റെ ലോകമാണ്, ശ്രദ്ധയുടെ ലോകമാണ്, ശ്രവണത്തിൻ്റെ മേഖലയാണ്. മറ്റുള്ളവരെ കേൾക്കാൻ അവൻ എത്ര നിസ്സാരനായിക്കോട്ടെ, എത്ര കഴിവ് കെട്ടവനാകട്ടെ, അവനിലൂടെ ദൈവം സംസാരിക്കും, ദൈവത്തിൻ്റെ നാവ് അവനിലൂടെ ചലിക്കും. അത് മനസ്സിലാക്കി ഗ്രഹിക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേക സിദ്ധി നമുക്ക് ഉണ്ടാകണം. ഇക്കാര്യത്തിലും ഞാൻ ഈ പറഞ്ഞ വ്യക്തി മുൻനിരയിലായിരുന്നു എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. ഇനിയും നമ്മൾ നോക്കുമ്പോൾ സഭയുടെ ഭരണതലങ്ങളിൽ ഏറ്റവും ഉന്നത തലങ്ങളിൽ അദ്ദേഹം എത്തിയിട്ടില്ല എങ്കിലും ഉന്നത തലങ്ങളിലുള്ളവരുടെ സഹപ്രവർത്തകനായും സഹശുശ്രൂഷകനായും സഹ അധികാരിയായുമൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പല കൗൺസിലുകളിൽ അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹം കൗൺസിലർ എന്ന നിലയിൽ മുന്നിൽ വന്നു ശ്രദ്ധിക്കപ്പെടുവാനല്ല അദ്ദേഹം ശ്രദ്ധിച്ചത്. പക്ഷേ ആ കൗൺസിലർ അംഗമായിരിക്കുമ്പോൾ സഭയുടെ പ്രൊവിൻഷ്യൽ തുടങ്ങി മറ്റ് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന സർവരെയും തൻ്റെ വിവേകപൂർണമായ ചിന്തകൾ വഴി കൂടുതൽ സമുദ്ധരിക്കുവാനായിട്ട് സ്വാധീനിക്കുവാനായിട്ടൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരം വ്യക്തിത്വങ്ങളുടെ ഓർമ്മകൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിറയുമ്പോൾ ഒരിക്കലും ഇത്തരം ആളുകൾ ഓർമ്മയിൽ നിന്ന് മറയുവാൻ നാം സമ്മതിച്ചു കൊടുക്കരുത്. ഇത്തരം ചിന്തകൾ പങ്കുവയ്ക്കുന്നത് ഈ ചിന്ത കൊണ്ട് ഈ ആളുടെ ജീവിതം ഇവിടെ തീർന്നു പോകുവാനല്ല, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ, നല്ല ചരിത്രരേഖകൾ അദ്ദേഹം വഴി സഭയ്ക്ക് എന്നല്ല രാജ്യത്തിനും സമൂഹത്തിനും ലോകത്തിനും വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ ഈ ഉള്ളവൻ ഇവിടെ അവതരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഹൃദ്യമായിട്ട് രേഖപ്പെടുത്തുവാൻ, അത് എഴുതി അറിയിച്ചോ എങ്ങനെയെങ്കിലും വരും തലമുറയിൽ മാഞ്ഞു പോകാതിരിക്കുവാനായിട്ടുള്ള ഒരു കടപ്പാടും കടമയും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ചുമതലപ്പെടുത്തുകയാണ്.
അഥവാ അത് എൻ്റെ മാത്രം ചില ജൽപ്പനങ്ങളുടെ ഒരു ബാക്കിപത്രമായിട്ട് ഇത് കിടക്കുവാനല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവയെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് ഒരു പേജ് എഴുതി അവസാനിപ്പിച്ച് നമ്മുടെ ജോലികൾ നിർത്താവുന്നതാണ്. പക്ഷേ കുറേ കൂടി വിശാലമായൊരു കാഴ്ചപ്പാടില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവയല്ല നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത്. അവർ വഴി സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഓർക്കുവാനും അവ വരും തലമുറയിലേക്ക് പകർന്നു വയ്ക്കുവാനുമായിട്ടുള്ള ഒരു പ്രത്യേക മനോഭാവത്തിലേക്ക് നമ്മൾ വരണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇനിയും ഓർത്തെടുക്കേണ്ട നിരവധിയായ കാര്യങ്ങളുണ്ട് എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്.